ഹായ് ഫ്രണ്ട്സ്, ചെസ് മാസ്റ്റർ അക്കാഡമിയുടെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് 2024 കവറേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന റൗണ്ട് 14 അവസാനത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ ഗുകേഷ് ഹിക്കാരു നാക്കാമുറയെ നേരിടുന്നു. മറ്റൊരു ബോർഡിൽ യു എസിൻ്റെ ഫാബിയാനോ കരുവന റഷ്യയുടെ ഇയാൻ നെപ്പോംനിഷിയെ നേരിടുന്നു. ഈ രണ്ട് ബോർഡുകളിലുമാണ് മുഴുവൻ കണ്ണുകളും. ബാക്കിയുള്ള ബോർഡുകളിൽ ആര് ജയിച്ചാലും അത് ടൂർണമെന്റ് വിജയിയാവില്ല. ഈ രണ്ട് ബോർഡിൽ ആർക്ക് വേണമെങ്കിലും ഇന്നത്തെ ഗെയിമിൽ ടൂർണമെന്റ് വിജയിയായി കാൻഡിഡേറ്റ്സ് 2024 വിന്നറാവാൻ സാധിക്കും. അതിനുശേഷം പിന്നീടുള്ള വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ഡിങ് ലിറനുമായി ഏറ്റുമുട്ടാൻ സാധിക്കും. നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. ഈ ഒരു ബോർഡിൽ ഹിക്കാരു നാക്കാമുറ നേരിടുന്നത് ഗുകേഷ്, ഇന്ത്യയുടെ 17 വയസ്സുള്ള ഗുകേഷ്. ഇവിടെ ഹിക്കാരു ഒരു മസ്റ്റ് വിൻ സിറ്റുവേഷനാണ്. ഗുകേഷിന് ഈ ഒരു ഗെയിം വിജയിക്കാം, അല്ലെങ്കിൽ ഡ്രോ ആവാം. ഡ്രോ ആയി കഴിഞ്ഞാലും മറ്റേ ബോർഡിലുള്ള ഗെയിം ഡ്രോ ആവുകയാണെങ്കിൽ ഗുകേഷ് ടൂർണമെൻറ്റ് വിജയിയാവും. അതല്ലാതെ മറ്റ് പല കോമ്പിനേഷനും വരികയാണെങ്കിൽ ചിലപ്പോൾ നാളെ ഒരു ടൈ ബ്രേക്കർ ടൂർണമെൻറ്റിലേക്കും ഗെയിം മാറിയേക്കാം. ഓക്കെ, അപ്പോൾ ഹിക്കാരു ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു പോൺ D4 കളിച്ചുകൊണ്ട്. സാധാരണ ഹിക്കാരു എല്ലാ ഗെയിമുകളിലും പോൺ E4 ആണ് ഈ ടൂർണമെൻറ്റിൽ കളിച്ചത്. എന്നാൽ ഒരു സർപ്രൈസ് വെപ്പൺ പോൺ D4. ഗുകേഷ് ഇവിടെ പോൺ D5 കളിക്കുന്നു. അപ്പോൾ പോൺ C4. ഇത് ക്വീൻസ് ഗാംബിറ്റ്. ഇവിടെ ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡ് പലരും കളിക്കുന്ന ഒരു മൂവാണ്, ഈ ഒരു പോണിനെ വെട്ടാതെ. എന്നാൽ ഗുകേഷ് കളിക്കുന്നു പോൺ ടേക്സ് പോൺ. ആ ഒരു പോണിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ക്വീൻസ് ഗാംബിറ്റ് ആക്സെപ്റ്റഡ്. നൈറ്റ് F3 വരുന്നു. അപ്പോൾ വരുന്നു നൈറ്റ് F6, പോൺ E3, പോൺ E6, ബിഷപ്പ് ടേക്സ് പോൺ. ഇവിടെ മറ്റൊരു സർപ്രൈസ് മൂവ്. ഇവിടെ സാധാരണ ഒരു C5 ആണ് ഇവിടുത്തെ മെയിൻ മൂവ്, എന്നാൽ അല്ലെങ്കിൽ ഒരു A6 മൂവ് ഉണ്ട്. എന്നാൽ ഇവിടെ ഹിക്കാരു നാക്കാമുറയെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ഗുകേഷ് കളിക്കുകയാണ് ബിഷപ്പ് E7, ഒരു സൈലന്റ് മൂവ്. ഇവിടെ വരുന്നു നൈറ്റ് C3, അപ്പോൾ പോൺ C5. ഇവിടെ നാക്കാമുറ കാസ്ലിംഗ് കളിക്കുന്നതിന് പകരം പോൺ A3 കൊണ്ടുവരികയാണ്. ഇവിടെ ബിഷപ്പിനെ റിട്രീറ്റ് ചെയ്യാനുള്ളൊരു സ്ക്വയർ ആദ്യമേ സൃഷ്ടിക്കുകയാണ്. ഉടനെ വരുന്നു കാസ്ലിംഗ്. അപ്പോൾ പോൺ A6, ഇനി പോൺ B5 വരും. ഇവിടെ ക്വീൻ E2 വരുന്നു. അപ്പോൾ പോൺ B5. ബിഷപ്പിനെ തിരിച്ച് A2 കൊണ്ടുവരുന്നു. അപ്പോൾ പോൺ ടേക്സ് പോൺ. ഇവിടെ വെച്ച് ഹിക്കാരു നാക്കാമുറയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു എക്സലന്റ് മൂവ് വരികയാണ്, പോൺ B4. ഈ ഒരു നൈറ്റിൽ അറ്റാക്ക്. ഇവിടെ പോൺ ടേക്സ് പോൺ കളിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് നൈറ്റിനെ വിത്ത് ടെമ്പോ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, രണ്ട് പോണുകളെ അറ്റാക്ക് ചെയ്തുകൊണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ടേക്സ് പോൺ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു പോൺ B4 ഹിക്കാരു നാക്കാമുറ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു മൂവായിരുന്നു. ഇവിടെ വെച്ച് എങ്ങനെ കളി മുന്നോട്ട് പോകുമെന്ന് നോക്കാം. ആദ്യം ആ നൈറ്റ് അറ്റാക്കിൽ നിന്ന് മാറുന്നു. അപ്പോൾ പോൺ ടേക്സ് പോൺ. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു ഐസൊലേറ്റഡ് പോൺ ഉണ്ടായിരിക്കുകയാണ്. ഹിക്കാരു നാക്കാമുറ ഉദ്ദേശിക്കുന്നതും ഒരു ഇംബാലൻസ് സൃഷ്ടിക്കാനാണ് ഗെയിമിൽ. കാരണം വിജയിച്ചേ മതിയാവൂ. ഒരേ ഈക്വൽ മെറ്റീരിയൽ, ഈക്വൽ പൊസിഷൻ വരുമ്പോൾ പോൺ സ്ട്രക്ചറിൽ ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു വിജയത്തിന് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഇംബാലൻസ് ആണ് ഹിക്കാരു ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതേപോലെ തന്നെ പീസുകൾ ബോർഡിൽ നിലനിർത്തിക്കൊണ്ട് പീസ് എക്സ്ചേഞ്ചസ് ഇല്ലാതെ വേണം അറ്റാക്ക് ചെയ്യാൻ, എന്നാലാണ് വിജയസാധ്യത. അതുകൊണ്ട് നാക്കാമുറയ്ക്ക് എന്തായാലും എല്ലാ പീസുകളും ബോർഡിൽ വെച്ച് വേണം കളിക്കാൻ. ഇവിടെ ഗുകേഷിന് എത്രയും പെട്ടെന്ന് എല്ലാ മെറ്റീരിയലും ട്രേഡ് ചെയ്ത് ബോർഡിൽ നിന്ന് നീക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ഡ്രോയിലേക്ക് എത്തും. ഗുകേഷിന് ഒരു ഡ്രോ ആണെങ്കിലും വലിയ കുഴപ്പമില്ല, പിന്നീട് ടൈ ബ്രേക്കറിലേക്ക് ഗെയിം പോകും. ഓക്കെ, വൈറ്റിന് വിജയിച്ചേ മതിയാവും. എന്നാൽ ഇവിടെ വരുന്നു ബിഷപ്പ് B7, നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് തിരിച്ചു പോവുകയാണ്. ആ ഒരു ബോർഡിൽ പീസുകൾ വെക്കുകയാണ് ഹിക്കാരു. ഉടനെ വരുന്നു നൈറ്റ് D5. വീണ്ടും ആ ഒരു നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നു. പിന്നീട് അത് തിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും അത് മൂവ് ഓർഡേഴ്സ് റിപ്പീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് അങ്ങനെ ഒരു ഡ്രോ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിഷപ്പ് D2 വരുന്നു. അപ്പോൾ ഉടൻ തന്നെ വെട്ടിമാറ്റുകയാണ് ഓരോ പീസുകളായി. നൈറ്റ് ടേക്സ് നൈറ്റ്, ബിഷപ്പ് ടേക്സ് നൈറ്റ്. അപ്പോൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. നൈറ്റ് D7. ഇവിടെ ബിഷപ്പ് B1 വരികയാണ്. ഡയഗണൽ ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ കാണാം നമുക്കൊരു മേറ്റിംഗ് അറ്റാക്കിനുള്ള ഒരു ഡയഗണൽ.
ഓക്കെ. അപ്പോൾ ആദ്യം റൂക്ക് വരുന്നു C8ലേക്ക്. ഉടനെ ബിഷപ്പ് D2. ഇവിടെ നമുക്ക് കാണാം 2 ബിഷപ്പുകൾ കിങ് സൈഡിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്നു നൈറ്റ് F6. കാണാം ഈ ഒരു പോണിനെ അത് ഡിഫെൻഡ് ചെയ്യുന്നു. അത് മാത്രമല്ല പിന്നീട് ഇവിടെ ഒരു ബ്ലോക്കേഡ് സൃഷ്ടിക്കാൻ സാധിക്കും ഈ ഒരു ഐസൊലേറ്റഡ് പോൺ പുഷിനെതിരെ. ഓക്കെ. ഇവിടെ വരുന്നു ബിഷപ്പ് D3. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പോണിൽ അറ്റാക്ക്, ഈ ഒരു പോണിൽ അറ്റാക്ക്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം, ഈ ഒരു പോൺ ഇവിടെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനെ ഗാർഡ് ചെയ്യുന്നത് ഈ ഒരു നൈറ്റ് ആണ്. ഓക്കെ. ഇവിടെ ഈ ബിഷപ്പും ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒരു ക്ലിയർ പോൺ ഗാംബിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നക്കാമുറ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു ഗാംബിറ്റ് ചെയ്താലും ഇവിടെ ഒരു ബിഷപ്പ് പെയറിനെ കിട്ടിക്കൊണ്ട്, അതായത് നൈറ്റിന് പകരം ഒരു ബിഷപ്പിനെ എടുത്തുകൊണ്ട് കളിയിൽ വിജയസാധ്യത നിലനിർത്താൻ സാധിക്കുമെന്നാണ് നക്കാമുറയുടെ ഒരു കരുതൽ. ഇവിടെ വരുന്നു ബിഷപ്പ് ടെക്സ് നൈറ്റ്, ക്വീൻ ടെക്സ് ബിഷപ്പ്. ഇപ്പോൾ നമുക്ക് കാണാം നക്കാമുറയ്ക്ക് ബിഷപ്പ് പെയർ ഉണ്ട്. ഇവിടെ വരുന്നു ക്വീൻ ടെക്സ് പോൺ, റൂക്ക് D1. കാരണം അതിന് പകരം ഇവിടെ ഇപ്പോൾ പോണിനെ വെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പിനെ വെട്ടും, റൂക്കിനെ കൊണ്ട് ബിഷപ്പിനെ കൊണ്ട് റൂക്കിനെ വെട്ടിയാൽ ആ ബിഷപ്പിനെയും വെട്ടി മാറ്റാം. അത് കഴിഞ്ഞാൽ ഒരു റൂക്കിന് പകരം 2 ബിഷപ്പുകളെ കിട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു വേരിയേഷനിലേക്ക് പോകുന്നില്ല. റൂക്കിനെ കളിക്കുന്നു D1ലേക്ക്. അപ്പോൾ ക്വീൻ തിരിച്ചു പോകുന്നു A4ലേക്ക്. ആ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഉടൻ വരുന്നു ക്വീൻ B7. പോണിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അത് ബിഷപ്പ് C5 കളിക്കുന്നു. ആ ഒരു പോണിനെ ഇവിടെ ഗാംബിറ്റ് ചെയ്തതാണോ? ഇവിടെ ക്വീൻ ടേക്സ് പോൺ കളിച്ചാൽ ഇവിടെ ഒരു ബിഷപ്പ് ടേക്സ് പോൺ കളിച്ചുകൊണ്ട് ഒരു, ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ക്വീൻ ടേക്സ് പോൺ കളിച്ചാൽ ഒരു ബിഷപ്പ് സാക്രിഫൈസ് വരും. അതുകൊണ്ട് തന്നെ ഉദാഹരണമായി ഇവിടെ ക്വീൻ കൊണ്ട് ചെക്ക് കൊടുക്കാം. പിന്നീട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നല്ലൊരു അറ്റാക്ക് കിട്ടും നൈറ്റ് വന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കിങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പോണിനെ പുഷ് ചെയ്തുകൊണ്ട് നല്ലൊരു അറ്റാക്ക് നടത്താൻ സാധിക്കും. പിന്നീട് ഈ പോണിനെ വേണമെങ്കിൽ പുഷ് ചെയ്ത് ചെക്ക് കൊടുത്തൊക്കെ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ക്വീനിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യാം. അങ്ങനെ പല വിധത്തിൽ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ബിഷപ്പിനെ E1ലേക്ക് കളിക്കുകയാണ്. ഈ ഒരു പോണിനെ വെട്ടാതെ ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഓക്കെ. ഇങ്ങനെയുള്ള ബിഷപ്പ് സാക്രിഫൈസ് ഐഡിയാസ് ഇല്ലാതാക്കുന്നു. ഉടൻ വരുന്നു പോൺ A5. പോണിനെ അവിടെ നിന്ന് മാറ്റുന്നു. അപ്പോൾ ക്വീൻ B5. ഈ ഒരു ക്വീനിനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓഫർ ആയിരുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഒരു പോൺ ഡൗൺ ആയ സ്ഥിതിക്ക് ഹിക്കാരു ആഗ്രഹിക്കുന്നത് ഈ ഒരു ക്വീനിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഗുകേഷ് ഒരു വിജയത്തിന് വേണ്ടിയുള്ള അറ്റാക്ക് നടത്തും എന്നുള്ളതാണ്. അങ്ങനെ വിജയത്തിന് വേണ്ടി അറ്റാക്ക് നടത്തുമ്പോൾ ഹിക്കാരുവിനെ തിരിച്ച് ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തി വിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് വീണ് കിട്ടും എന്നുള്ള ഒരു ധാരണയിൽ കളിക്കുകയാണ്. ഈ ഒരു പോണിനെ വെട്ടാം അല്ലേ? കാരണം ഗുകേഷിന് നല്ലൊരു അറ്റാക്കിംഗ് ചാൻസ് ഇവിടെ വന്നിരിക്കുകയാണ്. ക്വീനിനെ ഇങ്ങോട്ടേക്ക് കിങ് സൈഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു കിട്ടിയ പോണിനെ തിരിച്ചു കൊടുത്തുകൊണ്ട് ഒരു അറ്റാക്ക് ചെയ്യാനുള്ള ഓഫർ. ഓക്കെ. എന്നാൽ ഇവിടെ വളരെ നേരം ആലോചിച്ച ശേഷം ഗുകേഷ് ആ ഒരു മൂവ് കളിക്കാൻ റെഡിയാവുന്നില്ല. ഗുകേഷ് ഇവിടെ ക്വീനിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ക്വീൻ ടേക്സ് ക്വീൻ, ബിഷപ്പ് ടേക്സ് ക്വീൻ. ഈ ഒരു ക്വീൻ എക്സ്ചേഞ്ച് നടന്നതോടുകൂടി ഹിക്കാരുവിന് വിജയ സാധ്യതകൾക്ക് ഒരു മങ്ങലേറ്റിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇവിടെ ബിഷപ്പ് B6ലേക്ക് വരുന്നു. പോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. റൂക്ക് C1, നൈറ്റ് D5, കിങ് F1. ഇവിടെ വരുന്നു റൂക്ക് D8ലേക്ക്. അപ്പോൾ പോൺ A4. നമുക്ക് കാണാം ഒരേപോലെയുള്ള ഒരു ബിഷപ്പും പോണും അല്ലേ? എന്നാൽ ഇതിൻ്റെ ഒരു കാര്യം, ഇത് ഓപ്പോസിറ്റ് കളേർഡ് ബിഷപ്പുകളാണ് ഈ 2 ബിഷപ്പുകൾ. നമുക്ക് നോക്കാം. ഇനി കിങ് F8ലേക്ക് വരുന്നു. അപ്പോൾ പോൺ G3. ഇവിടെ കിങ് E7. അപ്പോൾ കിങ് E2. ഇവിടെ ആ ഒരു പോൺ G3 കളിച്ചതോടുകൂടി ഈ നൈറ്റ് ഇങ്ങനെ വന്ന് ചെക്ക് കൊടുക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. കിങ് ഗെയിമിലേക്ക് വരികയാണ്. കാരണം എൻഡ് ഗെയിമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിങ് ആക്റ്റീവായി വരികയാണ്. പോൺ F5ലേക്ക് വരുന്നു. അപ്പോൾ റൂക്ക് C4. ഇവിടെ റൂക്ക് ടേക്സ് റൂക്ക്, ബിഷപ്പ് ടേക്സ് റൂക്ക്. അപ്പോൾ നൈറ്റ് B4. ഇവിടെ ഒരു നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം പോൺ ടേക്സ് ബിഷപ്പ് വരും. അങ്ങനെ ബിഷപ്പ് പെയറിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഗുകേഷ്. എന്നാൽ ഇവിടെ വരുന്നു റൂക്ക് B1. ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യുന്നു ഈ ഒരു ബിഷപ്പിലേക്ക്. ഇവിടെ ബിഷപ്പ് മാറുന്നു C5ലേക്ക്. അപ്പോൾ റൂക്ക് തിരിച്ച് C1ലേക്ക് വരുന്നു. നൈറ്റ് തിരിച്ചു പോയി ഈ ഒരു പോണിനെ ഗാർഡ് ചെയ്യുന്നു.
ഉടനെ ബിഷപ്പ് C3 ഈ ഒരു പോണിൽ അറ്റാക്ക്. പോൺ വരുന്നു G5ലേക്ക്. ബിഷപ്പ് B5 നൈറ്റിൽ അറ്റാക്ക്. അതേപോലെ ഈ ഒരു പോണിനെ വീണ്ടും പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇവിടെ ബിഷപ്പ് A3 കളിച്ചുകൊണ്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ റൂക്ക് C2ലേക്ക് മാറുന്നു. ഇവിടെ നൈറ്റ് D4 ചെക്ക്. ഈ ഒരു പൊസിഷനിൽ വെച്ച് നമുക്ക് കാണാം ഈ ഒരു ചെക്ക് ആൻഡ് ഫോർക്ക്. അതുകൊണ്ട് ഈ ഒരു ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ ബിഷപ്പ് ടേക്സ് നൈറ്റ് വരുന്നു. അപ്പോൾ റൂക്ക് ടേക്സ് ബിഷപ്പ്. അങ്ങനെ ഗുകേഷ് ഇവിടെ ആ ഒരു ബിഷപ്പ് പെയർ അഡ്വാൻറ്റേജ് ഇല്ലാതാക്കിയിരിക്കുകയാണ്. എന്നാൽ കിട്ടിയ പോണിനെ തിരിച്ചു കൊടുക്കേണ്ടി വരികയാണ് ഈ ഒരു കോമ്പിനേഷനിലൂടെ ഗുകേഷിന്. കാരണം ഇവിടെ റൂക്കിൻ്റെ ഒരു ചെക്ക് വരുന്നു. കിങ് മാറിയപ്പോൾ റൂക്ക് ടേക്സ് പോൺ. അങ്ങനെ ഒരു പോൺ കൂടുതലായി ഉണ്ടായിരുന്ന ഗുകേഷിന് അത് തിരിച്ചു കൊടുക്കേണ്ടി വരികയാണ്. എന്നാൽ ആ ഒരു ബിഷപ്പ് പെയർ അഡ്വാൻറ്റേജ് ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഓക്കെ. അതുമാത്രമല്ല ഇവിടെ ഓപ്പോസിറ്റ് കളേർഡ് ബിഷപ്പ് എൻഡ് ഗെയിം നമുക്കറിയാം ഡ്രോയിലേക്കാണ് എത്തുക. അതേപോലെ ഗുകേഷ് വിചാരിച്ച പോലെ തന്നെ മിക്ക പീസുകളെയും ബോർഡിൽ നിന്ന് വെട്ടിമാറ്റാൻ സാധിച്ചു. എന്നാൽ ഇവിടെ ഹിക്കാരു ഉദ്ദേശിച്ചത് കൂടുതൽ പീസുകളെ നിലനിർത്തിക്കൊണ്ട് ഗെയിമിൽ ഒരു ഇംബാലൻസ് സൃഷ്ടിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്ത് വിൻ ചെയ്യണമെന്നായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇവിടെ ഗെയിം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ബോർഡിൽ പീസുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നീക്കം വരുന്നു ബിഷപ്പ് B4, ബിഷപ്പ് D3. ഇനി ഏതാനും നീക്കങ്ങൾ നമുക്ക് ഓടിച്ച് പോകാം. എന്താണ് ഗെയിമിൽ സംഭവിച്ചതെന്ന്. ഇവിടെ പോൺ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു. പോണിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ബിഷപ്പ് തിരിച്ചു പോകുന്നു. വീണ്ടും പോണിനെ വെട്ടിമാറ്റുന്നു. എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം 2 പേർക്കും ഇപ്പോൾ 2 പോണുകൾ വീതം. ഓരോ ബിഷപ്പ് 2 റൂക്കുകൾ. ഓരോ റൂക്കുകൾ. ഇവിടെ റൂക്ക് വരുന്നു. വീണ്ടും റൂക്ക് വന്ന് ഡിഫെൻഡ് ചെയ്യുന്നു. കിങ് മാറുന്നു. ബിഷപ്പിനെ D7ലേക്ക് കൊണ്ടുവന്നു. റൂക്ക് D4. ഇവിടെ വരുന്നു ബിഷപ്പ് E8. ഇവിടെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബിഷപ്പ് ഈ ഒരു പോണിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു ബിഷപ്പ് ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു റൂക്ക് ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോണിനെ. ഓക്കെ. എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വരുന്നു ബിഷപ്പ് D8ലേക്ക് മാറിക്കൊണ്ട് ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. 2 പോണുകളെയും ഡിഫെൻഡ് ചെയ്യുന്നു. 2 റൂക്കുകളും ആ പോണുകളെ അറ്റാക്കും ചെയ്യുന്നു. ഓക്കെ. വളരെ നല്ലൊരു സിമെട്രി അല്ലേ? അതേപോലെ 2 പാസ്ഡ് പോണുകൾ വേറെയും. ഇവിടെ വരുന്നു റൂക്ക് F5. കിങ്ങിൻ്റെ ലൈൻസും കട്ട് ചെയ്യുന്നത്. ഉടനെ വരുന്നു ബിഷപ്പ് ടേക്സ് പോൺ. അപ്പോൾ റൂക്ക് ടേക്സ് പോൺ. ഇവിടെ ഇനി ഓരോ പോണുകൾ മാത്രം. കിങ് F6ലേക്ക് വരുന്നു. റൂക്ക് A8ലേക്ക് പോകുന്നു. ബിഷപ്പ് G5, ബിഷപ്പ് H5. റൂക്ക് വന്നുകൊണ്ട് ഒരു ചെക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കിങ് F1ലേക്ക് മാറുന്നു. റൂക്ക് A2ലേക്ക് മാറുന്നു. ഈ ഒരു പാസ്ഡ് പോണിൻ്റെ പുറകിൽ വന്നിരിക്കുകയാണ് ഈ ഒരു റൂക്ക്. ഇവിടെ പോൺ A5ലേക്ക് നീക്കുന്നു. അപ്പോൾ റൂക്ക് കൊണ്ട് ചെക്ക്. കിങ് G2ലേക്ക് മാറുന്നു. വീണ്ടും ചെക്ക്. കിങ് F1ലേക്ക് മാറുന്നു. വീണ്ടും ചെക്ക്. കിങ് E2ലേക്ക് മാറുന്നു. വീണ്ടും ചെക്ക്. അങ്ങനെ നിരന്തരം ചെക്കുകൾ വരികയാണ്. കിങ് D1, റൂക്ക് D2 ചെക്ക്. കിങ് E1ലേക്ക് മാറുന്നു. അപ്പോൾ റൂക്ക് D5. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു റൂക്ക് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ബിഷപ്പ് മാറിക്കഴിഞ്ഞാൽ അതേപോലെ ഈ ഒരു പോണിനെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഉടനെ വരികയാണ് കിങ് E2ലേക്ക്. അപ്പോൾ ബിഷപ്പ് D2. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു റൂക്ക് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അതേപോലെ ഈ ഒരു ബിഷപ്പ് ഈ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. റൂക്ക് ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഗുകേഷ് ഈ ഒരു പോണിനെ വിൻ ചെയ്യുമോ? അല്ലെങ്കിൽ ഈ ഒരു ബിഷപ്പിനെ വിൻ ചെയ്യുമോ? കാണാം നമുക്ക്. ഇവിടെ നക്കാമുറ കളിക്കുന്നത് ഈ ഒരു ബിഷപ്പിനെ മാറ്റാതെ പോൺ A6 ആ ഒരു പോണിനെ ക്വീൻ ആക്കാൻ വേണ്ടി മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്നു റൂക്ക് ടേക്സ് ബിഷപ്പ്. ഉടൻ വരുന്നു പോൺ A7. ഇവിടെ നക്കാമുറ ഒരു ബിഷപ്പ് ഡൗൺ ആണ് അല്ലേ? എന്നാൽ ആ ഒരു ബിഷപ്പ് ഡൗൺ ആണെങ്കിലും പോൺ ഇവിടെ A7ലെത്തിയിരിക്കുകയാണ്. എന്തും സംഭവിക്കാം. ഉടൻ വരുന്നു റൂക്ക് A5. ആ ഒരു പോണിനെ ക്വീൻ ആക്കാതെ അവിടെ തടയുന്നു. എന്നാൽ റൂക്ക് F8ൽ വന്ന് ചെക്ക് കൊടുക്കുന്നു. അതിനുശേഷം കിങ് E5ലേക്ക് മാറുന്നു. അപ്പോൾ ക്വീൻ ആക്കുന്നു പോണിനെ. അപ്പോൾ റൂക്ക് ടേക്സ് ക്വീൻ. അപ്പോൾ റൂക്ക് ടേക്സ് റൂക്ക്. അങ്ങനെ ഒരു ബിഷപ്പിനെ ഗാംബിറ്റ് ചെയ്തെങ്കിലും സാക്രിഫൈസ് ചെയ്തെങ്കിലും ആ ഒരു പോണിനെ മുന്നോട്ടേക്ക് നീക്കിക്കൊണ്ട് അവസാനം ഒരു റൂക്ക് ഒരു ബിഷപ്പിന് പകരം കിട്ടിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഒരു പോൺ എക്സ്ട്രാ ഉണ്ട് ഗുകേഷിന്. ആ ഒരു പോണിനെ മുന്നോട്ടേക്ക് നീക്കുകയാണ്. പോൺ E3 ഇവിടെ പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പോൺ ഈ ഒരു ബിഷപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈ ഒരു ബിഷപ്പ് തിരിച്ച് ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഒരു കാലത്തും ഇത് രണ്ടിനെയും തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ ഇനി എങ്ങനെ ഏതിനെ വെട്ടിമാറ്റും? ഈ റൂക്ക് ഉപയോഗിച്ച് ഒന്നിനെയും വെട്ടിമാറ്റാൻ സാധ്യമല്ല. കാരണം പീസ് എക്സ്ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ കിങ്ങുകൾ മാത്രമാകും.
ഓക്കെ. വരികയാണ് റൂക്ക് A4ലേക്ക്. കിങ്ങിന്റെ ലൈൻസ് കട്ട് ചെയ്യുന്നു. അതിനുശേഷം കിങ് D5, കിങ് D3. അപ്പോൾ കിങ് C5ലേക്ക് വന്നപ്പോൾ റൂക്ക് വരുന്നു E4ലേക്ക്. കിങ് D5ലേക്ക് വരുന്നു. ഉടനെ ഇനി ഒന്നും പ്രത്യേകിച്ച് കളിച്ച് കാര്യമില്ല. അതുകൊണ്ട് ഹിക്കാരു റൂക്ക് ഉപയോഗിച്ച് പോണിന് വെട്ടുകയാണ്. റൂക്ക് ടേക്സ് പോൺ. അപ്പോൾ ബിഷപ്പ് ടേക്സ് റൂക്ക്. അപ്പോൾ കിങ് ടേക്സ് ബിഷപ്പ്. ഈ ഒരു പൊസിഷനിൽ വെച്ച് എല്ലാ പീസുകളും ബോർഡിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കളി ഡ്രോ ആയിരിക്കുകയാണ്. ഗുകേഷ് വിചാരിച്ച പോലെ തന്നെ പീസുകളെയെല്ലാം ബോർഡിൽ നിന്ന് തുടച്ചു നീക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ 17 വയസ്സുകാരൻ ഗുകേഷ് അമേരിക്കയുടെ ഹിക്കാരു നാക്കാമുറയെ ഡ്രോയിൽ പിടിച്ചിരിക്കുകയാണ്. മറ്റൊരു ബോർഡിൽ അമേരിക്കയുടെ ഫാബിയാനോ കരുവാനയും റഷ്യയുടെ ഇയാൻ നെപ്പോവും തമ്മിൽ തീപാറിയ പോരാട്ടം നടന്നു. അത് 109 നീക്കങ്ങൾ എടുത്തു ആ ഒരു ഗെയിം അവസാനിക്കാൻ. അങ്ങനെ ഒടുവിൽ വളരെയധികം ഒരു റോളർ കോസ്റ്റർ ഗെയിമായിരുന്നു. പല പ്രാവശ്യം ഫാബിയാനോ കരുവാനോയ്ക്ക് വിജയസാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇയാൻ നെപ്പോ അതിനെയൊക്കെ ചെറുത്ത് നിന്നുകൊണ്ട് 109 നീക്കങ്ങൾക്ക് ശേഷം കളി ഡ്രോ ആവുകയായിരുന്നു. അങ്ങനെ ആ ഒരു ബോർഡിൽ കളി ഡ്രോ ആയതോടുകൂടി ഇന്ത്യയുടെ ഗുകേഷ് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് 2024 വിജയിയായിരിക്കുകയാണ്. വെറും 17 വയസ്സ് മാത്രമുള്ള ഇന്ത്യയുടെ ഗുകേഷ് ഇന്ത്യയുടെ കൊടി പാറിച്ചിരിക്കുകയാണ്. കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് 2024 വിന്നറായിക്കൊണ്ട്. കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിന്നറായിരിക്കുകയാണ് ഇന്ത്യയുടെ ഗുകേഷ്. നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യയുടെ ഗുകേഷ് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിന്നറായിരിക്കുകയാണ്. ആനന്ദിന് ശേഷം ഇന്ത്യയുടെ കൊടി പാറിച്ച ഗുകേഷ്. താങ്ക് യു.